നമസ്കാരം. നമ്മൾ മാർക്കറ്റിൽ നിരവധി അനവധിയായിട്ടുള്ള ഇതുപോലുള്ള ടാഗുകൾ കാണാറുണ്ട്, പ്രൈസ് ടാഗുകൾ. പക്ഷെ പല പ്രൈസ് ടാഗുകളും പല ഡയമെൻഷനാണ്, പല സൈസാണ്. അപ്പോൾ ഈ ഓരോ സൈസിനും പറ്റിയ ഡിസൈൻ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. പല ടൈപ്പ് ഓഫ് ടാഗുകൾ നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പലപ്പോഴും ഇടേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റവല്യൂഷണറി ബില്ലിംഗ് സോഫ്റ്റ്വെയർ വിത്ത് AI ടെക്നോളജി. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ടാഗുകൾ വരാം. ഈ ടാഗുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെർട്ടിക്കൽ ടാഗുകളാണ്, കണ്ടില്ലേ? ചിലപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിക്കറുകൾ വരാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ റീറ്റെയിൽ ഡാഡി എന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്കെയിൽ ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് അളന്ന് നോക്കുക ആദ്യം. ഇതിൻ്റെ 35 mm ഇൻറ്റു 75 ഇൻറ്റു 35 ആണ് ഇതിൻ്റെ ഒരു സൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റൈലിലെ ഒരു സ്റ്റിക്കർ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്റ്റിക്കർ ഡിസൈൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ടെംപ്ലേറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ആ ടെംപ്ലേറ്റിൽ കൂടി നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും പ്രിന്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്ക്രീനിലേക്ക് പോവാം. നമുക്ക് ബാർകോഡ്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജനറൽ ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് ചെല്ലാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പലതര ടെംപ്ലേറ്റുകൾ, കണ്ടില്ലേ? ഇതെല്ലാം ടെംപ്ലേറ്റുകളാണ്. ഇത് ഓരോ ടെംപ്ലേറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഒരു 4-5 പ്രോഡക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം റാൻഡംലി. അതിനുശേഷം ഇതെങ്ങനെയാണ് ടെംപ്ലേറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ പ്രിൻ്റ് പ്രിവ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഞാനൊന്ന് സൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ അത് മെയിനായിട്ടുണ്ട്. വെർട്ടിക്കൽ ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ. പിന്നെ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഫർമേഷൻസ്, പ്രോഡക്റ്റിൻ്റെ പേര്, MRP, സെയിൽ പ്രൈസ് കണ്ടു. നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോകാൻ നേരത്ത് ഇത് നമുക്ക് ബാർകോഡ്, ഓരോ ബാർകോഡുകളാണിത്. 450 അടുത്ത പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ആയി ഡൈനാമിക്കലി, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ കണ്ടത് ഇത് 3 രൂപയായി പ്ലസ് MRP, കണ്ടില്ലേ? അപ്പോൾ ഈ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ച് സംഗതികൾ ചേഞ്ച് ആകുന്നതിന് ഡൈനാമിക് ഫീൽഡ് എന്നാണ് ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പറയുന്നത്. ഡൈനാമിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഫിക്സഡ് ഫീൽഡുകളും ഉണ്ട്, ഡൈനാമിക് ഫീൽഡുകളും ഉണ്ട്. ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഈ ഒരു ഷോപ്പിൻ്റെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇട്ടിരിക്കുക, അത് ഫിക്സഡാണ്, മാറത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു കളർ സൈസ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഇവിടെ ടൈപ്പ് ചെയ്ത് ഫിക്സ് ആക്കി വെച്ചിരിക്കുക, ഫിക്സഡ് ഫീൽഡുകളാണ്. അതേസമയം ഈ MRPയും ഇവിടെ ഈ മുകളിൽ MRP എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിക്സഡ് ആണ്. അതേസമയം ഈ ഒരു സംഭവം ഡൈനാമിക്കാണ്, കണ്ടില്ല? ഇതൊക്കെ ഡൈനാമിക്കാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഇത് ഡൈനാമിക്കാണ്. അതായത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചും മാർക്കറ്റ്.